കെ.ജെ. ഷൈൻ എന്ന CPIM നേതാവ് നൽകിയിരിക്കുന്ന സൈബർ കേസ് വിവിധ കാരണങ്ങളാൽ ഇദം പ്രഥമമാണ്. രാഷ്ട്രീയത്തിലും സിനിമയിലും പ്രവർത്തിക്കുന്ന സ്ത്രീകൾ നേരിടുന്ന അപവാദ പ്രചാരണങ്ങൾ എത്ര ബുദ്ധിമുട്ടിയാണെങ്കിലും അവസാനിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. ഹണി റോസ് എന്ന നടി നടത്തിയ കേസാണ് സമീപകാലത്ത് ഇതേ മാതൃകയിൽ ഉള്ളത്. ഷാനിമോൾ ഉസ്മാനും ബിന്ദു കൃഷ്ണയും മന്ത്രി വീണ ജോർജും മേയർ ആര്യ രാജേന്ദ്രനുമൊക്കെ എന്ത് പ്രസ്താവനയിട്ടാലും അതിന് താഴെ വരുന്ന കമന്റുകളുണ്ട്. സ്ത്രീ ആയതുകൊണ്ട് ഇതൊക്കെ കേട്ടേ മതിയാകൂ എന്ന നിലയിലാണ് ചിലരുടെ ബോധം. ഊരും പേരും മറച്ചുവെച്ച് സൃഷ്ടിക്കുന്ന ഐഡികളിൽ നിന്നാണ് ആഭാസത്തരം മുഴുവൻ ചെയ്യുന്നത്. അത് ഷെയർ ചെയ്യാനും പതിനായിരങ്ങൾ ഈ കേരളത്തിലുണ്ട്. ഇവരെല്ലാവരും രാഷ്ട്രീയ പ്രവർത്തകരോ അണികളോ അല്ല. സ്ത്രീകളെ ഭത്സിക്കുന്നത് ഹരമാക്കിയ വഷളന്മാരാണ് കൂടുതലും. പക്ഷേ കെ.ജെ. ഷൈന്റെ കാര്യത്തിൽ രാഷ്ട്രീയം കൂടി കടന്നു വരുന്നുണ്ട്. മുഖ്യ കുറ്റാരോപിതൻ കോൺഗ്രസിന്റെ നേതാവായ CK ഗോപാലകൃഷ്ണനാണ്. മറ്റൊരു പ്രതിയായ KM ഷാജഹാൻ ഇപ്പോൾ CPIM വിരുദ്ധ വാർത്തകളുടെ പ്രചാരകനാണ്. സ്പോട്ട് ലൈറ്റ് ആരംഭിക്കുന്നു. കെ.ജെ. ഷൈൻ വേഴ്സസ് സൈബർ വെട്ടുകിളി മൂപ്പന്മാർ. സ്ത്രീത്വത്തെ അപമാനിക്കുന്നവർക്ക് ഐഡി പലതാണെങ്കിലും ഒരു പൊതു ഐഡിയയുണ്ട്. ഒരേ ഭാഷയും ഒരേ ചീത്തവാക്കുകളുമാകും ഇവരെല്ലാവരും ഉപയോഗിക്കുക. കെ.ജെ. ഷൈനെ അപഹസിക്കാൻ ഉപയോഗിച്ച അതേ പദങ്ങൾ തന്നെയാണ് മന്ത്രി വീണ ജോർജിനെ അപഹസിക്കാനും ഉപയോഗിക്കുന്നത്. മാധ്യമപ്രവർത്തകരായ വനിതകളെ അപമാനിക്കാനും ഇതേ വാചകങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുക. നാലുപാട് നിന്നും വരുന്ന ഈ ആക്രമണങ്ങളിൽ മന്ത്രിയായിട്ട് പോലും നടപടിയെടുക്കാൻ വീണ ജോർജിന് സാധിച്ചില്ല. സൈബർ വെട്ടുകിളിക്കൂട്ടം എല്ലാ വശത്തു നിന്നും വരുന്നതിനാൽ ആരാണ് എന്താണ് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നതാണ് അതിനു കാരണം. എന്നാൽ കെ.ജെ. ഷൈനെതിരായ പരാതിക്ക് ഒരു നാൾ വഴിയുണ്ട്. ഈ പരാതി ഉയരുന്നതിന് മുമ്പ് ഒരു കോൺഗ്രസ് നേതാവ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ബോംബ് പൊട്ടും, ധൈര്യമായിട്ടിരുന്നോണം എന്നായിരുന്നു ആ മുന്നറിയിപ്പ്. അതിനുശേഷം കോൺഗ്രസ് നേതാവായ CK ഗോപാലകൃഷ്ണന്റെ സോഷ്യൽ മീഡിയ ID വഴിയാണ് ആദ്യത്തെ ദുഷിപ്പ് പുറത്തു വന്നത് എന്നാണ് പരാതിയിൽ ഉള്ളത്. ഇതാണ് പിന്നീട് മറ്റുള്ളവർ ഏറ്റെടുത്തത്. അത് ഏറ്റെടുത്തവരിൽ മുമ്പിൽ ഉള്ള ആളാണ് KM ഷാജഹാൻ. മുമ്പ് മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ പേഴ്സണൽ സെക്രട്ടറി ആയിരിക്കെ പാർട്ടി നടപടിയെടുത്തയാളാണ്. ഇപ്പോൾ അറിയപ്പെടുന്ന CPIM വിരുദ്ധനാണ്. ഈ കാരണങ്ങളാലാണ് കെ.ജെ. ഷൈനെതിരായ പ്രചാരണങ്ങളിൽ രാഷ്ട്രീയം കടന്നുവരുന്നത്. എല്ലാ സൈബർ ആക്രമണങ്ങളും ആരംഭിക്കുമ്പോൾ ഒരു മൂപ്പൻ ഉണ്ടാകും. അവർ പുറത്ത് അദൃശ്യരായി നിൽക്കുകയാണ് സാധാരണ പതിവ്. വളരെ കുറച്ചുപേർ മാത്രമുള്ള സൈബർ ഗ്രൂപ്പുകളിൽ അവരിടുന്ന വെടിമരുന്നാണ് വലിയ സ്ഫോടനങ്ങൾക്കായി വെട്ടുകിളികൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങളുടെ ഉറവിടം പുറത്തു വരാറില്ല. ഇവിടെ കാലഘടന കണ്ടെത്താൻ പറ്റി എന്നതാണ് ഈ കേസിന്റെ വലിയ പ്രത്യേകത. CK ഗോപാലകൃഷ്ണനാണ് ആദ്യമായി പ്രചാരണം നടത്തിയത് എന്ന് കെ.ജെ. ഷൈൻ നൽകിയ പരാതിയിൽ പറയുന്നു. കോൺഗ്രസിന്റെ പറവൂർ മണ്ഡലം സെക്രട്ടറിയാണ് ഗോപാലകൃഷ്ണൻ. അവിടെ നിന്നാണ് ഇത് മറ്റുള്ളവർ ഏറ്റെടുത്തത്. വിഷയത്തിന് സംസ്ഥാനതല പ്രചാരണം നൽകിയതിൽ KM ഷാജഹാനും പങ്കുണ്ട് എന്നാണ് പരാതി. യൂട്യൂബറായ കൊണ്ടോട്ടി അബുവാണ് മൂന്നാം പ്രതി. വിഷയം ഏറ്റെടുത്ത് കത്തിച്ചതിൽ അബുവിനും പങ്കുണ്ട് എന്നാണ് FIR. മെട്രോ വാർത്താ പത്രവും കേസിലെ പ്രതിയാണ്. ഇതിന് പിന്നാലെ കോൺഗ്രസിന്റെ പറവൂർ ബ്ലോക്ക് പ്രസിഡന്റ് MS റെജിക്കെതിരെയും പ്രത്യേകം പരാതി നൽകി. സൈബർ ആക്രമണം സ്ഥിരീകരിച്ചുവെന്നാണ് റെജിക്കെതിരെ പിന്നീട് നൽകിയ പരാതിയിൽ പറയുന്നത്. CK ഗോപാലകൃഷ്ണൻ ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. അന്വേഷിച്ച് ചെന്നെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. KM ഷാജഹാന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയത് ഷാജഹാന്റെ സാന്നിധ്യത്തിലാണ്. ഐഫോൺ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. കെ.ജെ. ഷൈനെ മാത്രമല്ല പ്രതികൾ ലക്ഷ്യമിട്ടത് വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണനെ കൂടി ആയിരുന്നു. ഒരു കേസ് കൊണ്ട് രണ്ടുപേരെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്നാണ് പരാതി. 8 മാസത്തിനുള്ളിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുള്ള ആളാണ് കെ.ജെ. ഷൈൻ. പറവൂരിലും വൈപ്പിനിലുമൊക്കെ CPIM പരിപാടികളിൽ നിത്യസാന്നിധ്യവുമാണ്. അതുകൊണ്ട് ഈ പ്രചാരണത്തിന് രാഷ്ട്രീയ ലക്ഷ്യം കൂടിയുണ്ട് എന്നാണ് ആരോപണം. ഈ കേസ് ഏറ്റെടുത്ത് പ്രചരിപ്പിച്ചതിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലിക്കുന്ന സൈബർ സംഘവും ഉണ്ടെന്നും ആരോപണമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിന് ബദലായി ഉയർത്തിക്കൊണ്ടുവന്നതാണ് ഈ ആരോപണമെന്നാണ് പരാതിയിൽ പറയുന്നത്. അത്യന്തം നീചവും സ്ത്രീത്വത്തെ ചവിട്ടിത്തേക്കുന്നതുമായ പ്രവൃത്തിയാണ് നടന്നത് എന്ന കാര്യത്തിൽ രണ്ടഭിപ്രായമില്ല. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ, ആരോഗ്യമന്ത്രി വീണ ജോർജ് എന്നിവരൊക്കെ ഇതുപോലെ ആക്രമണം നേരിടുന്നവരാണ്. കോൺഗ്രസ് നേതാക്കളായ ഷാനിമോൾ ഉസ്മാനും ബിന്ദു കൃഷ്ണയും ഇതേ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ എത്ര വലിയ ആക്രമണമാണ് നേരിട്ടത്. മാങ്കൂട്ടത്തിനെതിരെ നടപടി വേണമെന്ന് പറഞ്ഞതിനാണ് ഇരുവരെയും വലിയ തോതിൽ ആക്രമിച്ചത്. ഇരുവരും മുമ്പും പല ഘട്ടങ്ങളിലും ഇങ്ങനെ ആക്രമണം നേരിട്ടിട്ടുണ്ട്.
പൊതുസമൂഹത്തിൽ അഭിപ്രായം പറയുന്ന സ്ത്രീകളെ അപഹസിച്ചിരുത്തുന്ന രീതി പണ്ടും ഉണ്ടായിരുന്നു. ഏതൊക്കെ വിധത്തിലുള്ള അപമാനം നേരിട്ടാണ് KR ഗൗരിയമ്മ ജീവിതചക്രം പൂർത്തിയാക്കിയത് എന്ന് മറക്കാനാവില്ല. 100-ാം വയസ്സിൽ പോലും ഗൗരിയമ്മ ആ പഴയ അപമാന കഥകൾ പറയുമായിരുന്നു. നടിയെ ആക്രമിച്ച കേസുണ്ടായപ്പോൾ ശക്തമായ നിലപാട് സ്വീകരിച്ച നടിമാരുണ്ട്. പാർവതി തിരുവോത്തും, രേവതിയും, റിമ കല്ലിങ്കലും, രമ്യ നമ്പീശനുമൊക്കെ. ഇവർക്കൊക്കെ എതിരെ ഇപ്പോഴും തുടരുന്ന സൈബർ ആക്രമണങ്ങളുണ്ട്. ഇവർ ചെയ്ത തെറ്റെന്താണ്? അനീതിയാണെന്ന് തോന്നിയത് വിളിച്ചു പറഞ്ഞു എന്നത് മാത്രമാണ് അവർ ചെയ്തത്. പറഞ്ഞത് സ്ത്രീകളായി പോയി. സംസാരിക്കുന്ന സ്ത്രീകളെ അംഗീകരിക്കാത്ത പുരുഷന്മാരുടെ എണ്ണം ഇന്നാട്ടിൽ കുറയുന്നുമില്ല. ഇവിടെ KJ ഷൈൻ സംസാരിക്കുന്ന വനിതയാണ്. അതിമനോഹരമായി പ്രസംഗിക്കും. ഏത് വിഷയത്തെക്കുറിച്ചും അഗാധമായ അറിവുമുണ്ട്. ഈ നാട്ടിലെ പുരുഷ മേലാളന്മാർക്ക് ഇതിനപ്പുറം അസഹനീയമായ കാര്യം വേറെയില്ല. അതിനൊപ്പം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൂടി ചേരുമ്പോഴാണ് ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. പരാതി നൽകിയ ഹണി റോസിന് ഉദ്ഘാടനങ്ങൾ കുറഞ്ഞു എന്ന വസ്തുത മറക്കാവതല്ല. അപമാനം സഹിക്കാനില്ല എന്ന് പ്രഖ്യാപിച്ചതിന് കിട്ടിയ തിരിച്ചടിയാണത്. ഇവിടെ KJ ഷൈൻ ഒറ്റയ്ക്കല്ല, പാർട്ടിയും കുടുംബവും ഒപ്പമുണ്ട്. പ്രതികളെ വെളിച്ചത്ത് കൊണ്ടുവരാനുള്ള അവസരമാണിത്. ഇത്തരം കേസുകളിൽ ശക്തമായ നടപടി ഉണ്ടാവുക തന്നെ വേണം. അതിനായി ഏതറ്റം വരെയും പോവുകയും വേണം. സ്പോട്ട്ലൈറ്റിനെ മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. നമസ്കാരം.